പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് ദാഹം തീർക്കാനും വിശപ്പടക്കാനും പറ്റിയ ഒരു കിടിലൻ അവൽ മിൽക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഈ ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഈ ഒരു കപ്പലണ്ടി നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരണം. ആ ഒരു പരുവം ആകുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് തന്നെ 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. അവലും ഡ്രൈ റോസ്റ്റാണ് നല്ലത്. നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ അത് വേറൊരു ടേസ്റ്റായി പോവേ. അതും കൂടി ഇതേ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുത്തിങ്ങനെ ഒടിക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരണം. ആ ഒരു പരുവം വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടത് നമുക്ക് ഫീൽ ചെയ്യേ. ഇനി ഞാനിവിടെ 6 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ്. അതൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലിൽ നമ്മൾ വേറെ മധുരം ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 2 വലിയ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം. ഇതേപോലൊരു തവിയാണെങ്കിൽ, ഒരു കുഞ്ഞു സ്പൂണൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉടച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതാ ഈ ഒരു പരുവം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാമേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ പഴവും പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണേ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നിറച്ച് വെക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാമേ. കപ്പലണ്ടി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം തണുത്ത പാലൊഴിച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതൊരു 2 or 3 തവി ഇങ്ങനെ കുഞ്ഞു തവി ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ പഴം പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവലും അതുപോലെ തന്നെ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നേരത്തെ വിശപ്പടക്കാൻ നല്ലതാണ്. വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എസൻസും കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. മിക്കവാറും വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ അവൽ കാണും. പിന്നെ കപ്പലണ്ടി കുറച്ച് വേണം, പാലെപ്പോഴും കാണും. ഇപ്പം പിന്നെ മിക്കവാറും പഴം എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഏറ്റവും മുകളിൽ നമ്മൾ വീണ്ടും പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പകരം ഹോർലിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി കുറച്ച് കപ്പലണ്ടിയും അതുപോലെ തന്നെ അവലും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, പക്ഷെ അത് കാണാൻ കുറച്ച് ഭംഗിയാണ്, കഴിക്കാനും നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ കിടിലൻ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.